അടുത്തിടെയാണ് സീരിയൽ താരം ദിവ്യ ശ്രീധറും നടൻ ക്രിസ് വേണുഗോപാലും തമ്മിൽ വിവാഹിതരായത്. ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു. ഈ പ്രായത്തിൽ ജീവിതത്തിൽ വീണ്ടും ഒരു പങ്കാളിയെ തിരഞ്ഞെടുത്തതിൻ്റെ പേരിൽ കടുത്ത അധിക്ഷേപങ്ങളായിരുന്നു താരങ്ങൾ നേരിട്ടത്. ഇരുവരും ഉടൻ വിവാഹമോചിതരാകുമെന്നും പണം കണ്ടാണ് ദിവ്യ ക്രിസിനെ തിരഞ്ഞെടുത്തതുമൊക്കെയാണ് ആക്ഷേപങ്ങൾ. ഇതിനൊക്കെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ദിവ്യ. ദിവ്യയുടെ വാക്കുകൾ ഇങ്ങനെ: എൻ്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുവാട്ടോ. ഞങ്ങളെ ഇഷ്ടം അല്ലാത്തവർ ബാഡ് കമൻറ്റ് ഇടരുത്. ദയവ് ചെയ്ത് വീഡിയോ നോക്കാനേ നിൽക്കരുത്. ഞങ്ങൾ ആരുടെ ജീവിതത്തിലും എത്തി നോക്കാൻ വരുന്നില്ല. ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. ചാനൽക്കാർ അവരുടെ ഇഷ്ടത്തിന് വീഡിയോസ് ഇടുന്നതിന് ഞങ്ങൾ എന്ത് പേച്ചു? ദയവ് ചെയ്ത് ആരും ബാഡ് കമൻറ്റ് ഇടരുത്. ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട, അത്രയുള്ളൂ. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി നല്ല ആളുകളുണ്ട്. അവരോടൊക്കെ ഒത്തിരി സ്നേഹവും നന്ദിയും മാത്രം. എനിക്ക് ഏട്ടൻ ഒരുപാട് സമ്മാനങ്ങൾ അയച്ചിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം നിങ്ങളുമായി പങ്കിടാമെന്ന് ആലോചിച്ചു. വാർത്തയിലൊക്കെ കാണുന്നുണ്ട് ഞങ്ങൾ ഡൈവേഴ്സായി എന്നൊക്കെ. അവർ അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇതൊരു സ്പെഷ്യൽ വീക്കാണല്ലോ. ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഏട്ടൻ അയച്ചു തന്നതാണ്. ലിപ്സ്റ്റിക്കിൻ്റെ ഒരുപാട് ഷെയ്ഡുകളാണ് ഒരു ഗിഫ്റ്റ്. ഞാൻ ലിപ്സ്റ്റിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് ഏട്ടന് അറിയാം. അതുകൊണ്ടാണ് ഇത് തന്നെ അയച്ചത്. മറ്റൊരു സമ്മാനം ചോക്ലേറ്റുകളാണ്. ഡാർക്ക് ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടെഡിയുള്ള ഒരു ഹാർട്ട് ഷേപ്പ് ബോക്സും ഇന്നലെ വന്നൊരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഐ ലവ് മൈ വൈഫ് എന്നെഴുതിയ സ്പെഷ്യൽ ഗിഫ്റ്റും തന്നിട്ടുണ്ട്. ഇത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇത്തരത്തിൽ സമ്മാനം കിട്ടുന്നതൊക്കെ മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യമാണല്ലോ. നിങ്ങളുടെ പങ്കാളിക്കും ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ. ദിവ്യ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ നിരവധി കമൻറ്റുകളാണ് എത്തിയത്. ചില കമൻറ്റുകൾ ഇങ്ങനെയാണ്: ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജയിക്കുന്നത് നിങ്ങളാണ്. അദ്ദേഹം എത്ര സ്നേഹിക്കുന്നു അതിൻ്റെ ഇരട്ടി സ്നേഹിക്കുക. മറ്റുള്ളവരെ നോക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡൈവേഴ്സൊക്കെ ആയി എന്ന് പറയുന്നത് ജീവിതം വെറുതെ ഒരു തമാശയാണ്. ഡ്രസ്സ് മാറുന്നത് പോലെയോ അവർ അത് കാണുന്നുള്ളൂ. കുറച്ച് വൈകിയെങ്കിലും ഇപ്പോഴുള്ള ഈ സന്തോഷം നിങ്ങൾക്ക് രണ്ടാൾക്കും ഈ ജന്മം മുഴുവൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രണയ വിവാഹം കഴിച്ച ആളാണ് ദിവ്യ. എന്നാൽ ആ ബന്ധത്തിൽ കടുത്ത ദുരിതമാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്ന് ദിവ്യ പറഞ്ഞിട്ടുമുണ്ട്. ആദ്യ വിവാഹത്തിൽ ദിവ്യയ്ക്ക് 2 മക്കളാണുള്ളത്. തൻ്റെ ആദ്യ ബന്ധത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടി ജീവിച്ച ഒരാളാണ് താനെന്ന് നടൻ ക്രിസ് വേണുഗോപാലും വെളിപ്പെടുത്തിയിട്ടുണ്ട്. മുൻ പങ്കാളി വളരെയധികം ടോക്സിക് ആയിരുന്നു. തൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഒരു ഫോട്ടോ ഇടുന്നതിൽ പോലും ഇടപെട്ടിരുന്ന ആളാണ്.